ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ അരി ഉഴുന്നൊന്നും അരയ്ക്കാതെ നമുക്ക് ബാക്കി വരുന്ന ചോറ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു അടിപൊളി ദോശയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ദോശ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ചോറൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ഒരു കപ്പിന് 2 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. മട്ട അരി ആണെങ്കിലും വലിയ റൈസ് ആണെങ്കിലൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളിവിടെ ചോറ് വയ്ക്കുന്നത് ചെറിയ സോനാ മസൂരി റൈസ് എടുത്തേ ഉള്ളൂ. അപ്പോൾ അത് 2 കപ്പ് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 കപ്പ് അരിപ്പൊടി, അതേ കപ്പിന് 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും എടുക്കാം. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് 2 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് എത്രയാണോ വേണ്ടത് അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 കപ്പ് ഒഴിച്ചു. അപ്പോൾ വീണ്ടും ഞാനൊരു അരക്കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ബാക്കി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 2 തവണയായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ മിക്സഡ് ജാറിലേക്ക് നമ്മൾ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യമേ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് മാത്രമുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് അരക്കപ്പിൽ താഴെ വെള്ളം മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാടായാൽ നമുക്ക് നമ്മുടെ ബാറ്റർ കുറച്ച് ഒന്ന് ലൂസായിട്ട് പോകും. അപ്പോൾ അങ്ങനെ പോകാൻ പാടില്ല. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ അരഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറും അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ബാച്ച് അരച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ അരച്ചെടുക്കാം. ഉഴുന്ന് കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉഴുന്നിടാതെ നല്ല അടിപൊളി ദോശ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാം. നമ്മൾ ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ അരച്ച് വയ്ക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ രാവിലെ ദോശ ഉണ്ടാക്കാനായിട്ടാണ് നമ്മളിതിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ളത്. നമ്മളിതിലേക്ക് ഉഴുന്നോ വേറൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഒരു 8 മണിക്കൂറെങ്കിലും നമുക്ക് പൊളിച്ച് കിട്ടാനായിട്ട് വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓവർനൈറ്റ് ഇതുപോലെ അരച്ച് വെക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ കൈ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പുളിച്ച് കിട്ടുന്നുണ്ട് നമ്മുടെ ഈ ഒരു മാവ്. അപ്പോൾ ഞാനിതാ ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തത്. ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നില്ല. പകരം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ അടച്ച് വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാത്തത് നമ്മൾ അരിപ്പൊടിയും ചോറൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ രാവിലേക്ക് ആ മാവ് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഓവർനൈറ്റ് അതുപോലെ ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ രാവിലെ നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മാവ് റെഡിയായോ എന്ന് നോക്കാം. അപ്പോൾ അധികം പൊങ്ങി വന്നിട്ടില്ല കേട്ടോ. പക്ഷെ നന്നായിട്ട് നമുക്ക് ഫെർമെൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ദോശയുടെ കൺസിസ്റ്റൻസിക്ക് ആക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ചോറൊക്കെ ബാക്കി വന്നാൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒക്കെ ആക്കി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ദോശ മറിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ദോശയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഉഴുന്നോ അരിയോ ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ ബാക്കി വരുന്ന ചോറ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചോറൊക്കെ ബാക്കിയാവുകയാണെങ്കിൽ കളയാതെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ദോശ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്